തൊട്ടാൽ കൈ പൊള്ളുന്നത് പോലെ ഓരോ ദിവസവും സ്വർണ്ണവില കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച നിക്ഷേപവുമായി ആളുകൾ സ്വർണത്തെ കാണാൻ തുടങ്ങിയെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പലരും മടിച്ചു തുടങ്ങി. പണിക്കൂലിയെ പേടിച്ചും ആഭരണം വാങ്ങാൻ മടിക്കുന്നവരുണ്ട്. പുതിയ തലമുറയ്ക്ക് സ്ത്രീധനത്തോട് യോജിപ്പുമില്ല. എങ്കിലും വിവാഹ സമ്മാനമായും മക്കൾക്കുള്ള സേവിങ്സായും സ്വർണത്തെ കരുതുന്ന മാതാപിതാക്കളുണ്ട്. യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ അന്നു മാത്രം അല്പം ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് സുന്ദരിയായി നിൽക്കണം. അതിന് പൊന്നു തന്നെ വേണമെന്നുണ്ടോ? ഈ കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ അതിന്റെ ആവശ്യമില്ല. വിവാഹം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന തലമുറ സ്വർണ്ണവിലയൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. സാരിയും മുല്ലപ്പൂവും ആഭരണങ്ങളും അണിഞ്ഞ് പരമ്പരാഗത ശൈലിയിൽ വിവാഹ മണ്ഡപത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ സ്വർണമില്ലെങ്കിലും ഞങ്ങൾക്ക് റോൾഡ് ഗോൾഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന മട്ടിലാണ്. ഇന്നിപ്പോൾ വിവാഹ ആഘോഷങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കുമെല്ലാം സ്വർണത്തിന് പകരം മുക്കുപണ്ടം അണിയുന്നവർ കൂടുതലാണ്. അതേ സീറോ ഗോൾഡ് വെഡ്ഡിംഗ് തരംഗമായി കൊണ്ടിരിക്കുകയാണ്. വധു സ്വർണ്ണാഭരണങ്ങൾ അണിയാത്തതിന്റെ വരന്റെ വീട്ടുകാർക്ക് അക്കാര്യത്തിൽ എതിർപ്പില്ല താനും. എന്തായാലും സ്വർണത്തെ വെല്ലുന്ന റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ വിൽക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബിസിനസ്സുമായി കച്ചവടക്കാർ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങൾ ഇത്തരം ആഭരണങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ കഴിയുക? കൈയെത്തിപ്പിടിച്ചാലും കിട്ടാത്ത വിധം സ്വർണം കുതിക്കുകയാണ്. സ്വർണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 1,01,600 രൂപയാണ് ഇന്നത്തെ വില. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 12,700 രൂപ നൽകണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വർണവില മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ സമയത്ത് സ്വർണത്തിന് 40,000 രൂപയായിരുന്നു വില. 5 വർഷത്തിന് ശേഷം വില 1 ലക്ഷത്തിനപ്പുറം കടന്നിരിക്കുകയാണ്. അത്രത്തോളം വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 15-നാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 99,000 കടന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതി, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്നും US ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും കാരണമാണ് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് എത്താൻ കാരണമായത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിലെ വില നിശ്ചയിക്കുന്നത്. സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം സംബന്ധിച്ച് റിസർവ് ബാങ്ക് ആശങ്ക ഉന്നയിച്ചതിനെ തുടർന്ന് സ്വർണ്ണ വായ്പാ പരിധി കർശനമാക്കി ബാങ്കുകളും NBFCകളും. സ്വർണ്ണ വായ്പാ വിഭാഗത്തിൽ ജാഗ്രത പാലിക്കാൻ റെഗുലേറ്ററി വായ്പാദാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുൻപ് 70 മുതൽ 72% ഉയർന്ന ലോൺ ടു വാല്യൂ അനുപാതത്തിൽ വായ്പകൾ നൽകിയിരുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ 60 മുതൽ 65% കുറഞ്ഞു. അമിതമായി കടം വാങ്ങലും തിരിച്ചടവ് സമ്മർദ്ദവും സംബന്ധിച്ച് വരുന്ന ആശങ്കകൾ കാരണം വായ്പാദാതാക്കൾ വായ്പ കർശനമാക്കുകയാണ്. മൈക്രോ ഫിനാൻസിലും വ്യക്തിഗത വായ്പാ പ്രതിസന്ധികളിലുമുള്ള മുൻകാല അനുഭവങ്ങൾ സ്ഥാപനങ്ങളെ വ്യവസ്ഥാപരമായ ദുർബലതകൾ ആവർത്തിക്കുന്നതിലും ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് കർശനമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്.